ആദ്യം സൂര്യമംഗലം കുടുംബക്കാരുടെ തേർവാഴ്ച. മഹാദേവവർമ്മയുടെ അനുയായിയായി വന്ന പ്രതാപവർമ്മയുടെയും അയാളുടെ പെങ്ങളുടെയും അഴിമതിയിൽ കുളിച്ച കുടുംബവാഴ്ച. ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അല്ല, നോർമൽ ഡെലിവറി ആയിരുന്നു, ഉരുളിയിലൊന്നും അല്ലായിരുന്നു. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോ, അവിട്ടം, ചതയം, ഉരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി. തുലാക്കൂർ, 8 24, 4 8 32. അനിഴത്തില് കാലുണ്ട്. അവള് പെറ്റ തള്ളയ്ക്ക് പച്ചവെള്ളത്തില് പാഷാണം കലക്കുന്നവളാ. സംശയം വേണ്ട. ഓ, നിങ്ങൾക്കൊന്ന് അടങ്ങിയിരിക്കാമോ തള്ളേ? ഓ, ഇതെന്തൊരു സ്വസ്ഥതക്കേട്. ഞാനെല്ലാം അറിഞ്ഞു. രാജു ഒട്ടും വിഷമിക്കണ്ട. നാളെ നമ്മൾ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും. ഷോ. സർ, എന്താ? ഞാൻ മുൻ മന്ത്രി പ്രതാപവർമ്മയുടെ മകളാ. ഇതെന്റെ ഹസ്ബൻഡ് രാജു. കളക്ടർ മേഡത്തെ കാണാമെന്നാണോ? അതെ, വളരെ അത്യാവശ്യം. മേഡം വലിയ തിരക്കിലാണ്. ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും നമുക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. പ്രതാപവർമ്മ സാറിന്റെ മകളും മരുമകനും മേഡത്തെ കാണാൻ വന്നിട്ടുണ്ട്. ആരായാലും ഇന്ന് കാണാൻ പറ്റില്ല. ഇലക്ഷൻ ഡിക്ലറേഷന്റെ തിരക്കിലാണെന്ന് പറയൂ. ശരി മേഡം. മേഡത്തെ ഇന്ന് കാണാൻ പറ്റില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത തിരക്കില. ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. ശരി, ആയിക്കോട്ടെ. അറുത്തുമുറിച്ച് ഒരു തീരുമാനത്തിലെത്തണോ പ്രതാപ? ചേച്ചി എന്താ അർത്ഥമാക്കുന്നേ? അല്ല, നിന്റെയും പ്രവർത്തന മേഖല രാഷ്ട്രീയമല്ലായിരുന്നോ? അതിൽ നിന്നും തീർത്തും ഒരു പിന്മാറ്റം വേണോന്നാ ഞാൻ ചോദിച്ചത്. പിന്നെന്താ, ഞാൻ രാഷ്ട്രീയ ആഭാസത്തിനൊക്കെ കൂട്ടിവയ്ക്കണോ? അതല്ല മോനെ, മഹാദേവ വർമ്മ സാർ ഒരുക്കി തന്ന ഒരു രാഷ്ട്രീയ വഴിയില്ലേ, അതനുസരിച്ച് ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാള്. ചേച്ചി, ഞാനും എന്റെ തലമുറയിൽപ്പെട്ടവരും രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇന്ന് ആർക്കും അതില്ല. പലർക്കും അവരവരുടെ കീസുകൾ വീർപ്പിക്കണം, സമ്പന്നരാകണം. കള്ളനോട്ടടി പോലെയാ അവർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയം. കരയുന്നവന്റെ കണ്ണീരൊപ്പണം, കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം, ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു സഹായഹസ്തമാവണം, മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങായി ജീവിക്കണം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. പക്ഷേ ഇന്നതല്ല. അക്കാലമൊക്കെ പോയി. നവോത്ഥാന നായകരും രാഷ്ട്രീയ ശില്പികളും ഇന്ന് വെറും ഒരു ഓർമ്മ മാത്രമാണ്. മടുത്തു ചേച്ചി. ഇനി ഇത്തരം ഹിപ്പോക്രാറ്റോടൊന്നും പൊരുതാനൊന്നും എനിക്ക് വയ്യ. അതെ, ദേ സദാശിവൻ സാറ് വരുന്നു. സാർ ഇരിക്കെ. ആകെ ഒരു കലക്കം. മൂടിക്കെട്ടിയ ആകാശം പോലെയായി മനസ്സ്. ഒരു കാലത്ത് മോഹഭംഗം, പിന്നെ അസ്തിത്വ ദുഃഖം, ഇപ്പതേ ചിതറിരിക്കുന്ന പ്രത്യയശാസ്ത്രവും. എന്നാലും രാഷ്ട്രസേവനത്തിൽ നിന്ന് പൂർണ്ണമായി അങ്ങോട്ട് വിട്ടുപോകാൻ ഒരു മനപ്രയാസം. വർമ്മ സാറേ, എന്തായാലും ഇങ്ങനെ ഇരുന്നാ പോരല്ലോ. അതൊരു പരാജയമായി പോവില്ലേ? എന്താ വർമ്മ സാറിന്റെ മനസ്സിലെ പ്ലാൻ? മനസ്സ് മരവിച്ചു പോയി സാറേ.
ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഇതിലും വലിയ പ്രതിസന്ധികളെയും ശത്രുക്കളെയും ഒക്കെ നമ്മൾ നേരിട്ടതല്ലേ. അങ്ങനെ നേരിട്ടിട്ടല്ലേ നമ്മളിവിടെ വരെ എത്തിയത്. ആ പടപ്പുറപ്പാടിന്റെ ആരവങ്ങളും അലയൊലികളും നമ്മുടെ മനസ്സിലില്ലേ സാറേ? തോറ്റു പിന്മാറരുത്. സാർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി പൊളിറ്റിക്സിലേക്കില്ല. എന്നാ ഞാൻ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കട്ടെ. ഒരു ലയനമായാലോ? അവരാവശ്യപ്പെടുന്നുണ്ട്. ആര്? നമ്മുടെ എതിർ പാർട്ടിക്കാര്. അതിലും ഭേദം ആത്മഹത്യ ചെയ്യല്ലേ സാറേ നല്ലത്. ആ, അടിയുറച്ച് വിശ്വസിച്ച ഒരു ആദർശത്തിന്റെ പേരിലല്ലേ സാർ നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതൊക്കെ ഉത്തരത്തിൽ കയറ്റി വെച്ച് നമ്മൾ ആർക്കെതിരെ പടപൊരുതിയോ അവരുടെ കൂടെ പോകാനോ? സാറിന് ഇതൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു സാർ? ആ ഓളി ഇത്തിരി കൂട്ടിക്കേ. തെരഞ്ഞെടുപ്പ് വാർത്തകളാ. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 14 നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായിരിക്കുന്നു. 23 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓ, ഇനി ദിവസങ്ങളില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഓർമ്മ സാറേ. ഞാൻ ഒരു തീരുമാനത്തിനുമില്ല. ഇപ്പോൾ ജനസേവന മുന്നണിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് ശ്രീ അനന്തൻപിള്ള സംസാരിക്കുന്നു. അനന്തൻപിള്ളയുടെ വാർത്താ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. പ്രതാപം മാറിയ ഒഴിവിലേ അയാളങ്ങ് മിന്നി തിളങ്ങോ? മിന്നി തിളങ്ങട്ടെന്നേ. ഇനി എത്ര കാലത്തേക്കെന്നാ? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. അഴിമതിക്കാരെയും സ്വജനപക്ഷക്കാരെയും അക്രമകാരികളെയും ഒക്കെ ഞങ്ങൾ മാറ്റി അങ്ങനെ ഒരു ജനസേവാ മുന്നണി ഈ തിരഞ്ഞെടുപ്പ് നേരിടുകയാണ്. അവന്റെ ഒരു ജനസേവന മുന്നണി. സർവ മേഖലകളിലും അഴിമതിയും കുടുംബവാഴ്ചയും നടത്തിയ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. പുതിയ പുതിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. 100-ലധികം സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തില് ആർക്കും ഒരു സംശയവുമില്ല. ആദ്യം സൂര്യമംഗലം കുടുംബക്കാരുടെ തേർവാഴ്ച. മഹാദേവവർമ്മയുടെ അനുയായിയായി വന്ന പ്രതാപവർമ്മയുടെയും അയാളുടെ പെങ്ങളുടെയും അഴിമതിയിൽ കുളിച്ച കുടുംബവാഴ്ച. ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ ടി വി ഓഫ് ചെയ്യ്. ശല്യം.